ഹലോ ഗേയ്സ്, ഇപ്രാവശ്യം ഓണത്തിന് നമുക്ക് കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഇഞ്ചി എടുക്കുക, എന്നിട്ട് അത് ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്യുക. ചോപ്പ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുക. എനിക്കിത് അമ്മായി പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെയാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയാണ് വേണ്ടത്. അത് ചൂടുവെള്ളത്തിലിട്ട് പുളി അടച്ച് വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചട്ടി ഓർമ്മയുണ്ടല്ലോ ഗേയ്സ്, നമ്മൾ അന്ന് പോയി കരുനാഗപ്പള്ളി പോയി എടുത്ത ചട്ടിയാണ്. ഈ പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് പോയതാണ്. അപ്പം ചട്ടി ചൂടായി, അതിലേക്ക് ഓയിൽ ഒഴിക്കുക, കടുക് ഇടുക, കുറച്ച് കായ ഇടുക, എന്നിട്ട് കുറച്ച് വറ്റൽമുളകും പിന്നെ കറിവേപ്പില ഇത്രയിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് നല്ലപോലെ മൂക്കണം. അപ്പോഴത്തേക്കും നമുക്ക് പുളി പിഴിഞ്ഞത് അരിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളത് അരിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ശർക്കര പാവ് വെച്ച് വയ്ക്കണം, നമ്മളത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി. അപ്പം ഇഞ്ചി മൂക്കുന്ന സമയം കൂടെ നമ്മൾ കുറച്ച് ഉപ്പേരിയും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കണ്ടോ, അടുത്തടുപ്പിലേക്ക് നമ്മൾ ഉപ്പേരിയും കൂടെ വെക്കുകയാണ്. അപ്പം മക്കൾക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതി. അങ്ങനെ അത് രണ്ടും മാറിയും തിരിഞ്ഞ് ഞാൻ ഇളക്കുകയാണ്. കേസ് ഏതെങ്കിലും ഒന്ന് കരിഞ്ഞു പോയാലോ, പണി കിട്ടത്തില്ലേ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ദാണ്ട ഇഞ്ചി മൂത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ചേർക്കാവുള്ളൂ, കാരണം പച്ചമുളക് ചേർത്തു. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടി ഇടുക. അതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളി ഒഴിക്കുക, എന്നിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ അതൊരു വിധം പറ്റി വരുമ്പോൾ നമ്മൾ പാവ് വെച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ച് ഉലുവപ്പൊടി ഇടുക. ഉലുവപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും അമ്മായി പറഞ്ഞു തന്നതാണ്, നല്ലതായിരുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്.